തന്റെ ഇടി എന്ന് പറഞ്ഞ സാധാരണക്കാരിയാണ്. എല്ലാ സാധാരണക്കാരിലും ഉണ്ട്. ഒരു അവസരം വരുമ്പോൾ പ്രതികരിക്കുക, അവരവർക്ക് അവനവനെതിരെ ഒരു അനീതി ഉണ്ടാവുമ്പോൾ പ്രതികരിക്കുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനിലും, സാധാരണക്കാരനോ വലിയ ഒരൊറ്റ കാര്യമാണ് എനിക്ക് ദിലീപിനോട് നേരിട്ട് തന്നെ പറയാനുള്ളത്. മഞ്ജു വാര്യരെ തൊട്ട് കളിച്ചാൽ കേരളത്തിലെ സ്ത്രീകളോ കേരളത്തിലെ ജനങ്ങളോ ദിലീപിന് വിടില്ല. ദിലീപിന് ഒരിക്കലും സമാധാനം കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അതൊന്ന്. രണ്ടാമത്, ഇതിവിടെ തീർന്നിട്ടില്ല. ഹൈക്കോടതി, സുപ്രീം കോടതി എവിടെയൊക്കെ കിടക്കുന്നുണ്ട് കാര്യങ്ങൾ. അവിടെ അങ്ങോട്ട് ജയിക്കും എന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. ഈ ജയം മാറി മറിഞ്ഞുകൂടായികയില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ. അതിനേക്കാൾ നീ ഇപ്പോൾ ഈ തരത്തിൽ എന്തെങ്കിലും തരത്തിൽ അക്രമം സ്വന്തം ഫാൻസിനെ കൊണ്ടോ ഗുണ്ടകളെ കൊണ്ടോ പണം കൊടുത്തിട്ടും അല്ലാതെയും ഒക്കെ, ഫാൻസ് പറഞ്ഞാൽ ഒരു ആരാധകരാണല്ലോ. അപ്പോൾ അവരെ ഇളക്കി വിട്ടിട്ടോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും തിരിച്ചടിക്കും. ആ കളിക്ക് ദിലീപ് നിൽക്കണ്ട എന്നാണ് എനിക്ക് പറയാം. നേരത്തെ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ആശ്രയോടൊപ്പമാണ്. കാര്യം അത് ഇപ്പൊ ഈ നടി അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ വളരെ ക്രൂരമായ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയിലായതുകൊണ്ട് മാത്രമാണ് ഇത് വളരെ മുഴച്ചു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ അവരുടെ ഭാഗത്താണ്. അതോടൊപ്പം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ അത് സംഭവിക്കാതെ. വളരെ നന്ദി. താങ്ക് യു. സത്യം ജയിച്ചു. ഞാനത് സംസാരിച്ചത് ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത്. നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയായിരുന്ന നടൻ ദിലീപിന് അനുകൂലമായിട്ട് വിധി വന്നതിന്റെ ഒരു പകപ്പിലാണ് ഇരയ്ക്കൊപ്പം നിന്നവരെല്ലാം. ഗൂഢാലോചന കുറ്റം നടന്റെ പേരിൽ തെളിയിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രമാണ് കോടതി നടനെ വെറുതെ വിട്ടത്. 9 വർഷത്തിന് ശേഷം ദിലീപിനെ ആശ്വസിക്കാൻ അവസരവും കിട്ടി. എന്നാൽ എല്ലാം ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറയാനാകില്ല. കേസിൽ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. കഴിഞ്ഞ ദിവസം പുലർച്ചെ മുതൽ ദിലീപിനെ ചുറ്റിപ്പറ്റിയായിരുന്നു മാധ്യമങ്ങളെല്ലാം. തനിക്ക് അനുകൂലമായിരിക്കും വിധി എന്ന് ഉത്തമ ബോധ്യമുള്ളതുപോലെയായിരുന്നു ദിലീപിന്റെ പെരുമാറ്റം. വിധി അറിഞ്ഞതിന് ശേഷം പുറത്തു വന്ന് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് തന്നെ കേസിൽ ദിലീപിനുണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് എത്രത്തോളം ആയിരുന്നു എന്നത് തെളിഞ്ഞു കണ്ടു എന്ന് പറയുകയാണ് ഒരു വിഭാഗം പ്രേക്ഷകർ. അതായത് അതുവരെ ഉണ്ടായിരുന്ന കൂൾ ആറ്റിറ്റ്യൂഡ് മാറി ദിലീപ് പിന്നീട് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയതായിട്ടാണ് തോന്നിയത്. താൻ അറിയാത്ത കേസിൽ ഉൾപ്പെട്ട് വർഷങ്ങൾക്ക് ശേഷം നീതി കിട്ടിയതിന്റെ ഒരു സന്തോഷമായിരുന്നില്ല ദിലീപിന്റെ മുഖത്തപ്പോ കണ്ടത്. പകരം തന്റെ പ്ലാനും പദ്ധതികളും കൃത്യമായിട്ട് നടപ്പിലാക്കിയ വ്യക്തിയുടെ വൈരാഗ്യമായിരുന്നു. വാക്കിലും പ്രവൃത്തിയിലൊക്കെ അത് കാണുന്നുണ്ട്. അതായത് മുൻ ഭാര്യ മഞ്ജു വാര്യരെ സോഷ്യൽ മീഡിയയ്ക്ക് കടിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തിയതും ഇത്തരം സംശയങ്ങൾ ജനിപ്പിക്കുന്നുവെന്ന് കുറിച്ചവരുമുണ്ട്. വിധി വന്ന ഉടനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ദിലീപ് മഞ്ജുവിനെ കുറ്റപ്പെടുത്തിയത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും. ആ ധൈര്യം, ആ നിമിഷം അയാൾ എത്രമാത്രം മാനിപ്പുലേറ്റീവും ക്രിമിനൽ മനസ്സുമുള്ളവനാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു. ഇവിടെ ഈ ഒരു പരാമർശത്തിൽ തന്നെ എത്രത്തോളം, അതായത് അടിസ്ഥാനപരമായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിക്കും പോലെയാണ് ചെയ്തത്. അത് മാത്രമല്ല, തന്റെ ആരാധകരെ പോലും മഞ്ജുവിനെതിരെ സൈബർ ആക്രമണത്തിന് വേണ്ടിയിട്ട് അണിനിരത്തി. തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ ദിലീപ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. പകരം ഭാവിയിൽ മഞ്ജു വാര്യർക്ക് ഒരു സമാധാനവും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ ദിലീപ് ഉടൻ തന്നെ അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ പേര് വരെ വലിച്ചിഴയ്ക്കുകയാണ് ചെയ്തത്. ശരിക്കും ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികൾ കണ്ടപ്പോൾ തന്നെ ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി, ദിലീപ് വളരെ അപകടകാരിയാണ് എന്നുള്ളത്. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നടന്മാരുടെ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ആ കുട്ടി അന്ന് വീട്ടിലേക്ക് കയറി വന്ന ദിവസം അനുഭവിച്ച വിഷമവും സങ്കടവും പ്രശ്നങ്ങളും ഒക്കെ കേട്ടപ്പോൾ പ്രതികളായിരുന്ന അന്ന് അവരെല്ലാവരും കൊന്നുകളയണമെന്നാണ് എനിക്ക് ആ സമയത്ത് തോന്നുന്നത്. എന്താണെങ്കിലും അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിയിൽ ഞാൻ സന്തോഷവാനാണ്. ആ കേസ് മുൻപോട്ട് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും ഈ രേഖ കൂടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുമോ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചു. ഗൂഢാലോചനയുടെ കാര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നതിനകത്ത് അർത്ഥമില്ലാന്ന് തോന്നുന്നു. കാരണം പൂർണ്ണമായിട്ട് അറിയാത്തൊരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിന് ഫോൺ ചെയ്ത് ഇവരെ അറിയിക്കുന്നത് ഞാനാണ്, അല്ലാതെ പി ടി തോമസ് എന്നല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് പി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കപ്പോഴോ പി ടി തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട്, അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവന്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടാണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ. നിങ്ങൾക്ക് ഇതിലൊരു വലിയ നിരാശയുണ്ടല്ലോ. അല്ല, നിങ്ങൾ ഒരാളെ വിധിക്കുകയും അത് കോടതി വിധിയാകാതെ ഇരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അതിൽ വലിയ നിരാശ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല.
ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? കുറ്റവാളികൾ എനിക്ക് സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരൊന്നുമല്ലല്ലോ. ഇതൊരു പൊതുവായ കാര്യമാണ്. ഇതിൽ കോടതി ഒരു നിലപാടെടുത്തു. ഇന്ന് വരെയുള്ള അനുമാനങ്ങളെ അല്ലെങ്കിൽ വാർത്തകളെ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാതെയും അങ്ങനെ ഉണ്ടായും പ്രചരിച്ച ഒരുപാട് കെട്ടുകഥകളെ കോടതി നിരാകരിച്ചു എന്ന് പറയുമ്പോൾ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. നമ്മുടെ സംവിധാനത്തിൽ, നീതിന്യായ സംവിധാനത്തിൽ, ജുഡീഷ്യറിയുടെ സംവിധാനത്തിൽ കോടതി കണ്ടെത്തുന്ന സത്യമാണ് സത്യം. അതല്ലേ നിലനിൽക്കുന്നത്. അതിനപ്പുറത്ത് വേറൊരു സത്യം ഉണ്ടെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ലേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ ഇരിക്കട്ടെ. ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരിപ്പിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ചെയ്തത് എന്തായാലും തെളിയിക്കപ്പെട്ട സ്ഥിതിക്ക് അത് വളരെയധികം മോശമായി പോയി. ഒരിക്കലും ഒരു സ്ത്രീയോടും ഒരു പുരുഷൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇവിടെ നടന്നത്. ഏതെങ്കിലും കാരണവശാൽ ദിലീപ് പുറത്തിറങ്ങി സിനിമ പിടിക്കേണ്ട ഒരു അവസ്ഥ പ്രൊഡ്യൂസറിനാണ്. ആസിഫ് അലി എന്ന് പറഞ്ഞ ഈ വ്യക്തിത്വം ദിലീപിനൊപ്പം അഭിനയിക്കുന്നു. എനിക്ക് മാനസികമായിട്ട് ഇത് തെളിയിക്കപ്പെട്ട നിലയ്ക്ക് മാനസികമായിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ഇനി ചേരാനോ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞില്ല, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇതിന് വിക്ടിമായത്. കോടതിയെ മാനിക്കാതിരിക്കാനാ കുറെ ഉദാഹരണങ്ങൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. നിയമങ്ങളെടുത്ത് പന്താടുകയും കോടതി വിധി മാനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്താവുന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനെപ്പറ്റി നമ്മൾ എന്താ പറയാനാണ്? അത് ഓരോ ആൾക്കാർക്ക് ഓരോരോ പെർസെപ്ഷനാണ്. എന്താ അവര് വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് നിരാശയായിരിക്കും. ഞാനിത് വിധി പകർപ്പ് വായിച്ചതിന് ശേഷം ഇതിനകത്ത് എത്രമാത്രം അയാളുടെ പങ്കുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ, എവിടെയാണ് തെളിയിക്കുന്നതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും പറയാം. അത് തീർച്ചയായിട്ടും സർക്കാരിന്റെ തീരുമാനം അതാണെങ്കിൽ നമ്മളത് അനുസരിച്ച് നിൽക്കുക. അതൊരു വലിയ തീരുമാനമല്ലേ? അതല്ല അവർ തീരുമാനിക്കട്ടെ. അതല്ല നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ, അതല്ല ഇങ്ങനെ തെളിയേണ്ട കാര്യങ്ങളല്ലേ. കുറ്റക്കാരനല്ല ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നിരപരാധിയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. എന്നാലും ഈ ഒരു കേസിനെ പറ്റി ഇവരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതിജീവിതം അനുഭവിച്ച വേദനയും സങ്കടവും കണ്ടപ്പോൾ പ്രതികളെ കൊന്നുകളയാൻ തോന്നി എന്നിവരെ ലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ലാലിന്റെ വാക്കുകൾ നമ്മൾ കേട്ടല്ലോ. ഇതിനിടയിൽ തന്നെ ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ പ്രതികരണവുമായിട്ട് നമ്മുടെ ഭാഗ്യലക്ഷ്മി രംഗത്ത് വരുന്നു. തുടക്കം മുതലേ തന്നെ ഭാഗ്യലക്ഷ്മി അതിജീവിതയ്ക്കൊപ്പമാണ് നിന്നത്. വേട്ടക്കാരനും അതിജീവിതയോടൊപ്പം നിൽക്കുന്ന താനും ഒരേ സംഘടനയിൽ അംഗമാകാൻ തന്റെ മനസ്സാക്ഷി തന്നെ അനുവദിക്കുന്നില്ല എന്നായിരുന്നു ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. ഇന്നലെ അതിജീവിതയുടെ കേസിൽ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ കീഴ്ക്കോടതി വെറുതെ വിട്ടപ്പോൾ അതൊരു കീഴ്ക്കോടതിയാണെന്നും ഇതിനു മുകളിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ എന്തോ വർഷങ്ങളായിട്ട് 8 വർഷമായിട്ട് അയാളെ ആർക്കൊക്കെയോ വേണ്ടി 8 വർഷം മുമ്പ് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി അയാളെ പുറത്താക്കുന്നത് പോലെ പുറത്താക്കുകയും 8 വർഷങ്ങൾക്ക് ശേഷം ആ നിമിഷം തന്നെ അയാളെ തിരിച്ചെടുക്കുകയും ചെയ്യാൻ കാണിച്ച ഒരു ആവേശം നമ്മളെല്ലാവരും കണ്ടു. എനിക്ക് വ്യക്തിപരമായിട്ട് ഞാനൊരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് അപമാനമാണ് തോന്നിയത്. കാരണം ഇത് വെറും കീഴ്ക്കോടതി വിധി മാത്രമാണ്. ഇതിന് മുകളിൽ ഇനിയും കോടതിയുണ്ട്. ഇനിയും ഇവിടെ പലതും പറയാനുണ്ട്, തെളിയിക്കാനുണ്ട്. ഈ കോടതി മുഴുവനും കേട്ടില്ല, അവളെ കേട്ടില്ല, അവൾക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, പലരുടെയും ഇടപെടലുകൾ, പല രീതിയിലുള്ള സ്വാധീനങ്ങൾ എല്ലാം ഈ കേസിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ചോറുണ്ടെന്ന് എല്ലാവർക്കും അത് വ്യക്തമാണ്. എത്രയോ ന്യായാധിപന്മാർ, എത്രയോ അഡ്വക്കേറ്റ്സ്, എത്രയോ പോലീസ് ഓഫീസേഴ്സ്, നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പൊതുജനം എല്ലാവരും പറയുന്നു അയാളുടെ പണമാണ് അയാളെ സംരക്ഷിച്ചത്, അയാളുടെ പണവും സ്വാധീനവുമാണ് എന്ന് പറയുമ്പോൾ സിനിമാ ലോകം അയാളെ 4 കൈയും നീട്ടി സ്വീകരിക്കുന്നു. എനിക്ക് സങ്കടമല്ല തോന്നിയത്, പുച്ഛമാണ് തോന്നിയത്. അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകൾ മുൻനിരയിൽ വന്നപ്പോ കുറച്ചുപേരെങ്കിലും ഒരു ചെറിയ ശുഭപ്രതീക്ഷ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇനി സ്ത്രീകൾക്ക് പോയി പറയാൻ, സ്ത്രീകൾ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംഘടനയുണ്ടല്ലോ, ഞങ്ങൾ സ്ത്രീകളോടൊപ്പമല്ല, ഞങ്ങൾ പുരുഷന്മാരോടൊപ്പം തന്നെയാണ്, പ്രത്യേകിച്ച് ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം തന്നെയാണെന്ന് അവരുടെ പ്രവൃത്തി നമ്മൾ കണ്ടു. അതിലെനിക്ക് അത്ഭുതമില്ല. കാരണം അവരുടെ വാക്കുകളല്ല, അവരുടെ പ്രവൃത്തികളല്ല അവർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത്. അവർക്ക് പിന്നിൽ നിന്ന് ശബ്ദം കൊടുക്കുന്നവരുടെ വാക്കുകൾ അവർ പുറത്ത് ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു സംഘടന ഫെഫ്ക. ഞാൻ ഫെഫ്ക രൂപീകരിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഞാൻ ആ ഫെഫ്കയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. അംഗമായും വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിയായും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ്, അതിജീവിതമാരോടൊപ്പമല്ല എന്ന്. അത് ഇന്നലെ കുറെ കൂടെ വ്യക്തമായി. ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതാക്കന്മാരെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാവില്ല. ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരനും ആ സംഘടനയിൽ അംഗമാണ്, വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിൽ അംഗങ്ങളാണ്, അതിന്റെ പ്രതിനിധികളാണ്, അതിന്റെ ഭരണകർത്താക്കളാണ്. എനിക്ക് എങ്ങനെയാണ് അവിടെ സഞ്ചരിക്കാൻ സാധിക്കുക? എനിക്ക് എങ്ങനെയാണ് അവിടെ കുറ്റബോധമില്ലാതെ എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു. മുൻപൊരിക്കൽ അയാളെ വെച്ച്
ഈ സംഘടനയുടെ സെക്രട്ടറി ഒരു സിനിമ ചെയ്തപ്പോൾ ഞാനന്ന് പറഞ്ഞതായിരുന്നു ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. പക്ഷെ അദ്ദേഹം ആ സിനിമ ചെയ്തു. അന്ന് ഞാൻ എന്റെ രാജിക്കത്ത് ഞാൻ കൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് പലരുടെയും, എന്റെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ പലരുടെയും ആവശ്യപ്രകാരം അവർ ചേച്ചി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് വഴി നടത്താൻ ഞങ്ങൾക്ക് ഒരാളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ആ സംഘടനയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി, ഇനി ഞാൻ ഈ അനീതിക്ക് കൂട്ടു നിൽക്കരുത്. ഞാൻ ഇനി ഇവരോടൊപ്പം സഞ്ചരിച്ചാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു തെറ്റാണ്, ഞാൻ അതിജീവിതയോട് കാണിക്കുന്ന തെറ്റാണ്. രണ്ടു വള്ളത്തിൽ കാൽവെക്കാൻ എനിക്കറിയില്ല, ഇരട്ട നിലപാടെടുക്കാനും എനിക്കറിയില്ല. ഈ പണ്ടാരോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു റേപ്പ് നടക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് നീതിയോടൊപ്പം നിൽക്കാം, അല്ലെങ്കിൽ അനീതിയോടൊപ്പം നിൽക്കാം. അല്ലാതെ അനീതിയോടും നീതിയോടും ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ പറയുന്ന അമ്മ എന്ന സംഘടനയിൽ ഭാരവാഹികളോ ഫെഫ്ക എന്ന സംഘടനയിലെ ഭാരവാഹികളോ അവൾക്ക് ഈ ദാരുണമായ ഒരു സംഭവം നടന്നപ്പോ അവളെ ഒന്ന് പോയി കാണാനോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഇവരാരും തയ്യാറായില്ല. എന്നിട്ട് ഇവരെല്ലാവരും ഞങ്ങൾ അവളോടൊപ്പവുമാണ് അവനോടൊപ്പവുമാണ് എന്ന് പറഞ്ഞവരാണ്. അങ്ങനെ ഒരു നിലപാടുണ്ടോ? നമുക്ക് രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും ഞാൻ രണ്ട് പാർട്ടിയിലും അംഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം തെറ്റിനോടൊപ്പം ശരിയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ? ഇയാൾ തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കാൻ ഇനിയുമുണ്ട് ഇവിടെ 2 കോടതികൾ. അതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോ ഈ 2 സംഘടനകളും പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മയിൽ ഞാൻ അംഗമല്ല, അതുകൊണ്ട് അമ്മയുടെ കാര്യമല്ല പറയുന്നത്. എനിക്ക് ഫെഫ്കയോടൊപ്പം സഞ്ചരിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എന്നേക്കുമായി പരിപൂർണമായി ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. താങ്ക് യു. ഇവിടെ സമൂഹത്തിന്റെ വിലയിരുത്തൽ നോക്കുവാണെങ്കിൽ അതായത് സമൂഹത്തെ നയിക്കുന്നത് 3 വലിയ വിഭാഗങ്ങളാണ്. ഒന്ന് ദിലീപ് നിരപരാധിയാണ് എന്നുള്ളതും, രണ്ടാമത് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരും, മൂന്നാമതോ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരുടെയും. ദിലീപ് നിരപരാധി എന്ന് വിശ്വസിക്കുന്നവരുടെ കാഴ്ചപ്പാടില് ദിലീപ് വർഷങ്ങളോളം മീഡിയ ട്രയലിന്റെ ഇരയായെന്നും തെളിവുകൾ പര്യാപ്തമല്ല എന്ന് തന്നെ കോടതി പറഞ്ഞു. ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനും തെറ്റിദ്ധാരണയിലാക്കി നശിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഈ കേസ് എന്നാണ് ദിലീപ് അനുകൂലികൾ പറയുന്നത്. അവരുടെ വാദം എന്ന് പറയുന്നത് നാടകം, വ്യാജ ആരോപണം, വ്യവസായത്തിലെ ആന്തരിക വൈരങ്ങൾ എല്ലാം ചേർന്നാണ് ഈ ഒരു കേസ് നിർമ്മിച്ചതെന്ന്. അതിനെതിരെയുള്ള സാമാജിക വെറുപ്പ് അനാവശ്യമാണ് എന്നാണ് ദിലീപിന്റെ അനുകൂലികൾ പറയുന്നത്. അടുത്തത് അതിജീവിതയെ പിന്തുണയ്ക്കുന്നവരോ, അവരുടെ കാഴ്ചപ്പാടിൽ പറയുന്നത് തെളിവുകൾ കിട്ടാൻ പ്രയാസമുള്ള ഒരു ക്രൈമാണിത്. ശക്തവും സ്വാധീനമുള്ളവരുമുള്ള ലോകത്ത് ഒരു സ്ത്രീക്ക് നീതി നേടുന്നത് അത്ര എളുപ്പമല്ല. കോടതി വെറുതെ വിട്ടാലും സത്യം മാറുന്നില്ല. എന്തായാലും അതിജീവിത പറയുന്നുണ്ട് അപ്പീൽ വരും, പോരാട്ടം തീർന്നിട്ടില്ല എന്നുള്ള കാര്യം. സോഷ്യൽ മീഡിയയിലെ ആക്രമണം അതിജീവിതയ്ക്ക് വീണ്ടും മുറിവാണ്. ഇനി നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരോ, ഈ കാറ്റഗറിയിലുള്ള ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ദിലീപ് വിധിക്ക് പിന്നാലെ മഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചത് എന്നുള്ളത്. ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രതികാരമാണോ? താരങ്ങളുടെ വ്യക്തി ജീവിതം സമൂഹം ശക്തമായിട്ടും എന്തുകൊണ്ട് രാഷ്ട്രീയമാക്കുന്നു? സത്യം കോടതിയിലോ സമൂഹത്തിലോ അഥവാ ഓരോരുത്തരുടെയും മനസ്സിലോ? ഇനി ദിലീപിന്റെ പ്രതികരണത്തെ കുറിച്ച് പറയണമെങ്കിൽ ആ പ്രതികരണത്തിലെ ആത്മവിശ്വാസമാണോ അതോ വൈരാഗ്യമാണോ എന്നുള്ളത്. നിരീക്ഷകർ പറയുന്നത് അതായത് കേസ് അറിഞ്ഞിട്ടില്ലാത്ത ഒരാളെ പോലെ സന്തോഷം തോന്നിയില്ല, പകരം ഒരു യുദ്ധം ജയിച്ച ആളിന്റെ ഒരു അഗ്രസീവ് ടോൺ ആയിരുന്നു അത്. മേധാവിക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ മഞ്ജുവിനെ പരാമർശിച്ചത് ഒരുപാട് ചർച്ചകൾക്ക് വഴിതീർത്തു. സോഷ്യൽ മീഡിയയിലെ ചിലർ എഴുതിയത് ഇത് വെറും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനസ്സാണ് എന്നുള്ളതാണ്. കിട്ടിയ സ്വാതന്ത്ര്യം അയാൾ ആഘോഷിക്കാൻ നിന്നില്ല, പകരം ഒരാളെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കുന്നത് എന്തിനെ എന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയ മുഴുവനും ചോദിച്ചത്. ഇനി താരലോകത്തിന്റെ പ്രതികരണമോ? സിനിമാ ലോകം രണ്ടായി. ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും നീതി കിട്ടി, കേസിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു, ഒരാളെ ഒറ്റപ്പെടുത്തി തകർക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഇതാണ് സിനിമാ ലോകത്ത് ദിലീപ് അനുകൂലികൾ പറഞ്ഞത്. എന്നാൽ അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ നീതി ഇപ്പോഴും ദൂരെയാണ്, അപ്പീൽ നിർബന്ധം, സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സമയമാണ്. അതേസമയം നിഷ്പക്ഷം നിൽക്കുന്നവരോ കോടതി പറഞ്ഞാൽ അതാണ് സത്യം എന്നുള്ള നിലപാട്. ഒരു കുടുംബ പ്രശ്നം സമൂഹ യുദ്ധമാക്കുന്നത് മലയാളികളുടെ സ്വഭാവമാണ്. ഇനി മഞ്ജുവും മീനാക്ഷിയും തമ്മിലെ വിഷയം ഈ ഒരു ടൈമിൽ ചർച്ചയാവുകയാണ്. മീനാക്ഷി അമ്മയായ മഞ്ജുവിനെ അൺഫോളോ ചെയ്ത കാര്യം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. എന്നാൽ മഞ്ജു ഇന്നും മകൾ പോസ്റ്റ് ചെയ്ത ഫോട്ടോകളിൽ സ്നേഹത്തോടെ കമന്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്നിവിടെ ഓർക്കേണ്ടത് ഒരൊറ്റ കാര്യം മാത്രം: നിയമ നടപടി, വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ, സിനിമാ ലോകം, സാമൂഹിക പ്രതികരണം ഒന്നും തന്നെ ഒരു വെർഡിക്റ്റ് കൊണ്ട് അവസാനിക്കുന്നില്ല. ഓരോരുത്തർക്കും സ്വന്തം സത്യം, സ്വന്തം കാഴ്ചപ്പാട്, സ്വന്തം അനുഭവങ്ങളുണ്ട്. ദിലീപിന്റെ പോരാട്ടം തുടരുന്നുണ്ട്, അതിജീവിതയുടെ പോരാട്ടവും തുടരുന്നു. സമൂഹത്തിന്റെ വിധി ഇപ്പോഴും ഡിവൈഡ് ചെയ്ത നിലയിലാണ്. ഈ വാർത്ത മാത്രമല്ല, ഒരു കാലത്തിന്റെ സൈക്കോളജി സ്റ്റഡി കൂടിയാണ് ഇത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.